പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ അതങ്ങ് തുടങ്ങിക്കിട്ടി. പാളയത്തിലെ പട. പഴയ പടത്തലവന്മാരുടെ തറവാട്ടിൽ നിന്ന് വരുന്ന രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആദ്യമായി കുന്തമെറിഞ്ഞത്. കാരണമെന്ത് എന്നല്ലേ? ഒരു പ്രസംഗം. ആരുടെ പ്രസംഗം എന്നല്ലേ? അത് KC അബു പറയണം. എന്നാലേ ആളെ അങ്ങ് മനസ്സിലാകൂ. ലീഡറുടെ യോഗ്യതകളെല്ലാം ഉണ്ട് എന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പതുക്കെ പതുക്കെ ലീഡർ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ K. മുരളീധരൻ. ആ മുരളീധരനാണ് പ്രസംഗിച്ചത്. അഭിനവ ലീഡർ K. മുരളീധരൻ. പഴയ കോൺഗ്രസ്സുകാരായി അറിയപ്പെടുന്ന T. സിദ്ദീഖും മുൻ പ്രസിഡന്റ് KC അബുവും ഇരിക്കുന്ന വേദിയിലാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൽ K. മുരളീധരൻ പറഞ്ഞത് ഇതാണ്: 1500 നോട്ട് ഒരു സുപ്രഭാതത്തിൽ പിൻവലിച്ചതിന് ശേഷം ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ കഴിഞ്ഞില്ല. പക്ഷെ നമുക്ക് കേരളത്തിൽ അക്കാര്യത്തിൽ കോൺഗ്രസിനും UDF-നും ശക്തമായ സമരം അതിനെതിരായിട്ട് സംഘടിപ്പിക്കാൻ കഴിയും. അത് കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് തന്നെ രാജ്ഭവൻ മാർച്ച് നടത്തി. നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. പക്ഷെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 7 മാസത്തെ ഭരണ പരാജയം അത് നമുക്ക് വേണ്ടത്ര പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പം ആരാണ് ഭരണപക്ഷം എന്ന് ചോദിച്ചാൽ അതും മാർക്സിസ്റ്റ് പാർട്ടിയാണ്, പ്രതിപക്ഷം ആരാന്ന് ചോദിച്ചാൽ അതും മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ആ നമ്മുടെ ജോലി വരെ അവരെ ഏറ്റെടുത്തിരിക്കുക. അങ്ങനെ വിശദീകരിച്ചതിന് ശേഷം അതിന് ഉദാഹരണമായി MM മണിക്കെതിരെയുള്ള കോടതി വിധിയും എടുത്തുകാട്ടി. ഇത്രയും സീരിയസ് ആയ ഒരു വിധി വന്നതിന് ശേഷവും നമ്മൾ മണിയുടെ രാജിക്കാര്യത്തിൽ പ്രസ്താവനയിൽ മാത്രം നിൽക്കുകയാണ്. ഇന്നലത്തെ പത്രമാധ്യമങ്ങളിൽ വന്ന തലക്കെട്ടിൻ്റെ ഒരു പകുതി പോലും നമുക്ക് ഇക്കാര്യത്തിൽ ഒരു എന്താ പറയേണ്ടത് ഒരു സമരവും ബഹളവും ഉണ്ടാക്കാൻ കഴിയില്ല. ചെയ്യാത്ത തെറ്റിന് ഒരുപാട് UDF-ൻ്റെ നേതാക്കന്മാർ ഇപ്പോഴും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് ചെയ്ത തെറ്റ് വളരെ വ്യക്തമായിട്ട് പോലും നമുക്ക് അത് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പാളിശേനിയാണ്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോലും പരാതിയാണ്. എന്നോട് തന്നെ ചില ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ, ഞാൻ ഈ പേര് പറഞ്ഞത് ശരിയല്ല, അവർ പറഞ്ഞു നിങ്ങൾ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കും, ഞങ്ങൾക്ക് പറയാൻ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് പരിമിതിയുണ്ട്, എന്നാലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതായത് സമരം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലേ എന്ന് പോലും ഇടതുപക്ഷത്തിന് ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. സമരങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ പണ്ടുകാലത്ത് കോൺഗ്രസുകാർക്കുണ്ടായിരുന്ന സാഹസികത ഇപ്പോഴില്ലാതായത് എങ്ങനെ എന്നും വിശദീകരിച്ചു. ചാനൽ വന്നതോട് കൂടിയിട്ട് നമ്മുടെ ആളുകൾ കുറേ മടിയന്മാരായി. വേറൊന്നുമല്ല, 5 പേരെ വെച്ച് പരിപാടി നടത്തിയാലും 50,000 പേരെ വെച്ച് പരിപാടി നടത്തിയാലും ചാനലിൽ വരും, വാട്സപ്പിലും വരും. പിന്നെ എന്തിനാ 50,000 പേരെ സംഘടിപ്പിക്കാൻ നിൽക്കുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ കാലാൾപ്പട എന്ന് പറഞ്ഞാൽ ഉള്ള കാലാൾപ്പട തന്നെ നേതാക്കന്മാരെ വലം വയ്ക്കുന്ന രീതിയിലേക്ക് എത്തി. ഇപ്പം ഞാനൊക്കെ കഴിഞ്ഞ വേണം ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ പോയിട്ട് സമരത്തിനാണ് പോയത്. അപ്പോൾ ഞങ്ങൾ MLA-മാരുടെ ഒരു സമരം തരണമെന്നാണ് വെച്ചത്. പക്ഷെ അവിടെ MLA-മാരില്ലാത്തവരാണ് മുഴുവൻ തള്ളിയത്. മുഴുവൻ പ്രസംഗിച്ചവരും അധികം ആൾക്കാർ MLA-മാരായിരുന്നില്ല. അപ്പോൾ പത്രക്കാർ ഇത്രയും ബാഹുല്യം കണ്ടപ്പോൾ പ്രസംഗിച്ചവരുടെ പേര് മാത്രം വന്നു. ഇനി ഫോട്ടോ ഉദ്ഘാടകൻ്റെ നേരെ പിന്നിലോ അല്ലെങ്കിൽ അടുത്ത് നിന്നാലും പത്രത്തിൽ എന്തായാലും ഫോട്ടോ വരും. ഞാൻ ഇടിക്കാൻ പോയില്ല, കാരണം ഈ കുറച്ച് വെയിലുണ്ടായതുകൊണ്ട് തള്ളത്തേക്ക് മാറിയിരുന്നു. അപ്പോൾ പത്രത്തിലും ഫോട്ടോ വന്നില്ല, പ്രസംഗിച്ചവരുടെ കൂട്ടത്തിലും ഫോട്ടോ വന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു ഡൽഹിയിൽ പോയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും തോന്നി ഡൽഹിയിൽ പോയി നഷ്ടമായല്ലോ. ഇങ്ങനെയൊന്നും പോയാൽ പോരാ എന്നാണ് ലീഡർ K. കരുണാകരൻ്റെ മകൻ ലീഡർ K. മുരളീധരൻ പറഞ്ഞത്. എല്ലാവരും ചേർന്ന് അതിശക്തമായ ഒരു
സൈന്യം, ഇപ്പൊ കാലാൾപ്പട എല്ലാ സൈന്യവുമാണ്, ഒരു സൈന്യമായിട്ട് നമ്മൾ നീങ്ങിയാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള ഇലക്ഷനിൽ ജയിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ അച്യുതാനന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കോടിയേരിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പിണറായിക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇതൊന്നും കൊണ്ടൊന്നും നമുക്ക് ജയിക്കാൻ കഴിയില്ല. കേട്ടല്ലോ, ഈ കേട്ടതാണ് ഇത് മാത്രമാണ് കെ മുരളീധരൻ്റെ കോഴിക്കോട് പ്രസംഗം എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വരുമ്പോഴേക്ക് വലിയ പടത്തലവൻ ഉണ്ണിത്താൻ വരും. ഈ ഉണ്ണിത്താൻ ആരാണ് എന്നറിയാമല്ലോ. പേര് കേൾപ്പിച്ചയാളാണ്, പരമ്പരാഗതമായി പേര് കേൾപ്പിച്ചയാളാണ്. പഴയ വേണാടിൻ്റെ ചരിത്രത്തിലെ അവസാനത്തെ വലിയ പടത്തലവനായിരുന്ന ഉണ്ണിത്താൻ്റെ പരമ്പരയിൽപ്പെട്ട ഉണ്ണിത്താനാണ്. പോരാത്തതിനിപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവുമാണ്. നമ്മുടെ പഴയ KPCC പ്രസിഡന്റ് ശ്രീ മുരളീധരൻ കോഴിക്കോട്ട് നടത്തിയ ഒരു പ്രസംഗമാണ്. പ്രസംഗത്തെ വളരെ ഗൗരവത്തോടുകൂടി പാർട്ടി കാണുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തി അതിനെക്കുറിച്ച് പ്രതികരിക്കാനായി വന്നിട്ടുള്ളത്. വക്താവായതിനാലും വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ ചാനലുകൾ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന കാര്യം ഉറപ്പായതിനാലും ലീഡറുടെ ഒരു ഉപദേശം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നവരും അവരോടൊരു കാര്യം പറയാനുള്ളത്, പാർട്ടിയുടെ നയങ്ങൾ വേണം പറയാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആളുടെ പേരൊന്നും പറയല്ല, ഈ വാർത്ത വായിക്കുന്നവർ പലരും ചോദിക്കുമല്ലോ, ഒരാൾ ചോദിക്കുക, ഒരു വാർത്താ ചാനൽ ചോദിക്കുക, ഉമ്മൻചാണ്ടി കോൺഗ്രസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താകും കോൺഗ്രസിൻ്റെ സ്ഥിതി ചോദിച്ചവരിൽ ഒരു വാർത്താ ലേഖനം ചോദിക്കുക. സ്വാഭാവികം മറുപടി പറയേണ്ടതാ, അദ്ദേഹം അങ്ങനെ മനസ്സിൽ പോയി ആലോചിച്ചിട്ടില്ല, പാർട്ടിക്കകത്ത് ഉറച്ചു നിൽക്കും, അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ് എന്ന് പറയേണ്ടതിന് പകരം പാർട്ടി വിട്ട് ആര് പോയാലെന്താ, പാർട്ടി മൈനസ് വ്യക്തി വട്ടം പൂച്ചിയ. ഇവിടെ എല്ലാവരും ഉണ്ടായിട്ട് തന്നെ ജയിക്കാൻ പറ്റില്ല. ആ സമയത്താണ് കാര്യമായിട്ട് സ്വാധീനമുള്ളവരൊക്കെ പോയാലും ഒരു കുഴപ്പമില്ല. പിന്നെ മത്സരിക്കുകയും ജയിക്കുകയൊന്നും വേണ്ടാന്നുള്ളവർക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല. ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം പാർലമെന്റ് വ്യാമോഹമൊക്കെ ഉണ്ട്, ഇല്ലാന്നും പറഞ്ഞു. ഇതിനപ്പോൾ മറച്ചു എന്താ കാര്യം? അല്ലെങ്കിൽ പിന്നെ ഗാന്ധിജിയായി പോകണം. അതിനിപ്പോൾ നമുക്കാർക്കും അതിൻ്റെ കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഇവിടെ പാർട്ടി ശക്തമായി നിൽക്കണമെങ്കിൽ നമ്മൾ കുറേയൊക്കെ കാലാൽ പടയനെയൊക്കെ ഉണ്ടാക്കണം. അത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും, ഏത് വിഭാഗത്തിൽ പെടട്ടെ, ഏത് ഗ്രൂപ്പാണെങ്കിലും. ഈ പ്രസംഗം കേട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വാർത്താ സമ്മേളനത്തിന് ചാടി പുറപ്പെട്ടത്. മുരളീധരൻ്റെ ആ പ്രസംഗം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതും കോൺഗ്രസ് പാർട്ടിയെയും UDFനെയും ദുർബലപ്പെടുത്താനും രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് ഊർജം പകരാനും ബോധപൂർവമായി അദ്ദേഹം നടത്തിയ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് വേണം കാണാൻ. വക്താവ് അങ്ങനെയാണ് അതിനെ കാണുന്നതെങ്കിൽ KPCCയുടെ വൈസ് പ്രസിഡന്റ് ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും കോൺഗ്രസ് പ്രവർത്തനത്തെ കുറച്ചുകൂടി നന്നാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കുറച്ചുകൂടി നന്നാകണം, കുറച്ചുകൂടി ബെറ്റർ ആകണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും പറഞ്ഞത്. പക്ഷെ നമുക്ക് ഈ സമയത്ത് ഒരു അവർ തുടങ്ങിയല്ലോ, വർക്ക് തുടങ്ങിയല്ലോ, അവരുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം, അതായിരിക്കും നല്ലത്. ആര്? DCC പ്രസിഡന്റുമാർ. പുതിയ 14 DCC പ്രസിഡന്റുമാർ വർക്ക് തുടങ്ങിയ കാര്യമാണ് VD സതീശൻ പറഞ്ഞത്. അല്ലാതെ രാജ്മോഹൻ ഉണ്ണിത്താന്റെയും കെ മുരളീധരന്റെയും കാര്യമല്ല. അവരുടെ പെർഫോമൻസ് പ്രത്യേകം കാത്തിരിക്കേണ്ടതില്ലല്ലോ, ഗംഭീരമായിരിക്കും എന്നുറപ്പല്ലേ. കേരളത്തിലെ കോൺഗ്രസിനകത്തൊരു സ്ഥിരം പരാതിക്കാരനായി ശ്രീ മുരളീധരൻ മാറിയിരിക്കുകയാണ്. മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അദ്ദേഹം നടത്തുന്ന പല പ്രസ്താവനകളും അനവസരത്തിലുള്ളതും പാർട്ടിയെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കുന്നതും അദ്ദേഹം വഹിച്ചിരുന്ന ഉന്നതമായ പദവിയുടെ നിലവാരം ഇടിച്ചു താഴ്ത്തുന്നതുമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞത് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ്. ഇപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തന്നെ കാണാം, റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അവരുടെ ലിസ്റ്റ് റദ്ദാവാൻ പോകുന്നു.
കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് പരമാവധി ആളുകളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുത്താണ്. ഈ സർക്കാർ വന്നതിന് ശേഷം ആരും എടുത്തില്ല എന്ന് മാത്രമല്ല, റാങ്ക് ലിസ്റ്റ് നീട്ടാൻ പോലും തയ്യാറാവുന്നില്ല. കുട്ടികളെല്ലാവരും സമരത്തിലാണ്. ഭരണകക്ഷിയിലെ ഘടകകക്ഷികൾ പോലും സമരത്തിലാണ്. ഇതിന് പുറമെയാണ് റേഷൻ കടകളിലൊന്നും റേഷൻ കിട്ടുന്നില്ല. ആളുകൾ ചോദിക്കുന്നത് ഭരണകക്ഷിയുടെ പരാജയമാണ്, അത് ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷമല്ലേ എന്നാണ് ഭരണകക്ഷിക്കാർ തന്നെ ചോദിക്കുന്നത്. വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിലാണ് കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രസ്താവനകളും പാർട്ടി വിലയിരുത്തുന്നത്. പാർട്ടിയുടെ നയങ്ങൾ വ്യക്തമാക്കേണ്ടത് പാർട്ടി പ്രസിഡൻ്റാണ്. അതിന് പകരം പാർട്ടി പ്രസിഡന്റിന് പകരം ആരും ഇരുന്ന് കുരയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ കുരച്ചാൽ അതിന് പരമ ഉച്ചത്തോടുകൂടെ തന്നെ ഞങ്ങൾ തള്ളിക്കും. പാർട്ടിയുടെ എന്തെങ്കിലും നയം ഉണ്ടെങ്കിൽ പ്രസിഡന്റ് പറയട്ടെ. പ്രസിഡന്റ് ഞങ്ങളോട് പറയാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും. അതിന് പകരം ഈ വീട്ടുകാർ സംസാരിക്കുന്നിടത്ത് കുശിനിക്കാർ വന്ന് സംസാരിക്കരുത്. വന്ന് സംസാരിച്ച് അത്രേ വില കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രസംഗങ്ങളും പ്രസ്താവനകളുമാണ് കേരളത്തിൽ 3 പാർട്ടിയുടെ അധ്യക്ഷ പദവി വഹിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തത്. KPCCയുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം, പിന്നെ DICയുടെ പ്രസിഡൻ്റായി, പിന്നെ NCPയുടെ ഭാഗമായി അതിൻ്റെ പ്രസിഡൻ്റായി. കേരളത്തിൽ ഈ അപൂർവ ഭാഗ്യം സിദ്ധിച്ച ഒരാൾ മുരളീധരനെ പോലെ വേറെ ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. KPCC പ്രസിഡന്റ് എല്ലാവരും മുകളിലോട്ടാണ് വളരുന്ന, മുരളീധരൻ താഴോട്ടാണ്, പടവലങ്ങ വളരുന്ന പോലെ. KPCC പ്രസിഡന്റ്, DIC പ്രസിഡന്റ് അതിൻ്റെ ഒരു കഷ്ണം, അത് കഴിഞ്ഞ് NCP പ്രസിഡന്റ്. ജനങ്ങൾ വളരെ രോഷാകുലരാണ്. അത് പറയേണ്ട ചുമതല പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ എന്നുള്ള നിലയിലും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും പറയാൻ എനിക്ക് ബാധ്യതയുണ്ട്. പിന്നെ ഇതൊന്നും ഇല്ലാത്ത ആർക്കും എന്നും വിളിച്ചു പറയാം. പക്ഷേ സോണിയാഗാന്ധിയെ മദാമാഗാന്ധി എന്ന് വിളിച്ചിട്ട് അവരെ കാല് പോയി പിടിച്ചതാരാ? ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ചിട്ട് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചാരാ? അപ്പോൾ അദ്ദേഹം, അതാ ഞാൻ പറഞ്ഞ, വായി വരുന്ന കോതയ്ക്ക് പാട്ടാണ്. ഏതായാലും 2 തവണ ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം തലസ്ഥാന നഗരിയിൽ നിന്ന് 2 തവണ വിജയിച്ച് പാർട്ടിക്ക് അഭിമാനം ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് ഞാൻ. അല്ലാതെ കോൺഗ്രസ്സിന് അവമാനം ഉണ്ടാക്കാനോ മറ്റേ ഇമ്മോറൽ ട്രാഫിക്കിന് പ്രതിയായിട്ടില്ല ഞാൻ. അത് ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ 48 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒറ്റ അലിഗേഷൻ, ആ അലിഗേഷന് അഗ്നിശുദ്ധി വരുത്തിയിട്ടാണ് ഞാൻ ഈ പാർട്ടി നിൽക്കുന്നത്. എന്നെക്കുറിച്ചാണ് മുരളീധരൻ പറഞ്ഞ മഞ്ചേരി സംഭവം അനാശാസ്യം. പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിൻ്റെ ഭാഗ്യം. പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയായി മാറുമായിരുന്നു ഇയാൾ. അപ്പം ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ. ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി തന്നെ പെണ്ണായിരുന്നെങ്കിൽ. വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ ഞാൻ ഇതിനെ വാസവദത്ത ജീവിച്ചിരുന്ന ഇപ്പോൾ എനിക്കെതിരെ കേസ് കൊടുക്കും. മുരളീധരൻ്റെ പേരും വാസവദത്തയുടെ പേരുടെ കൂട്ടി വായിച്ചതിന് അവർക്കും ക്ഷീണമാണ്. അങ്ങനെ ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ അനാശാസ്യ നടപടി എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ. ഇനി ഇവിടെ നിൽക്കുന്നത് മാനാഭിമാനമുള്ളവർക്ക് ചേർന്നതല്ല. അതിനാൽ ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നിട്ട് അപ്പോൾ നോക്കാം. അസഭ്യങ്ങൾ തൽക്കാലം മാറ്റിവെക്കാം. എന്നിട്ട് വക്താവ് പറഞ്ഞതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് അരിച്ചു നോക്കാം. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ വ്രണപ്പെടുത്തി UDFനെ അപമാനിച്ചു, പ്രതിപക്ഷ നേതൃത്വത്തെ അവഹേളിച്ചു. അപ്പം സ്വാഭാവികമായി ഒരു കോൺഗ്രസ്സുകാരൻ്റെ രക്തം സിരകളിൽ കൂടി ഒഴുകുന്ന എനിക്ക് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. ഞാൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഓരോ വരികളും അടിവരയിടുന്നു, അതിൽ അടിയുറച്ചു നിൽക്കുന്നു. മുരളീധരനെതിരെ ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഒരു കാര്യവും ഞാൻ പിൻവലിച്ചിട്ടില്ല. എന്നെ പട്ടടയിൽ കൊണ്ടുവയ്ക്കുന്നവരെ പിൻവലിക്കത്തുമില്ല. കാരണം ഞാൻ പറഞ്ഞതെല്ലാം 100% സത്യമുള്ള കാര്യങ്ങളാണ്. അന്ന് പറഞ്ഞതും ഇന്ന് പറയുന്നതും. അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ പിൻവലിക്കില്ല. അതൊക്കെ പരമ ഉച്ചത്തോടുകൂടെ തള്ളുക. ഇതിനൊന്നും 24 മണിക്കൂറത്തെ ആയുസ് ഉണ്ടാവില്ല. തെറ്റിദ്ധരിക്കണ്ട. ഒരു ദിവസം ചർച്ച നടത്താം എന്നുള്ളതല്ലാതെ. ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവായിരിക്കുന്ന ആളാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വക്താവ് എന്ന നിലയിലെല്ലാം സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ, പാർലമെൻ്ററി പാർട്ടി നേതാവിനെ, കോൺഗ്രസിന് കഴിഞ്ഞ 5 വർഷക്കാലം നയിച്ച ശ്രീ ഉമ്മൻചാണ്ടിയൊക്കെ കൊച്ചാക്കി സംസാരിക്കുമ്പോൾ
സുശക്തമായ ഒരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കുക എന്നുള്ള എൻ്റെ ജോലിയാണ്. പാർട്ടിക്കകത്തോ പുറത്തോ അവരെ ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്താനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇതിപ്പോ കൂടുതലും ഈ ചാനലുകൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. ഓരോരുത്തരുടെ ചെന്ന് മൈക്ക് വെക്കും, ആ മൈക്ക് വെച്ചിട്ട് ചോദിക്കും എന്താ ചോദിക്കും, അവരിതൊന്നും അറിയത്ത് പോലില്ല, അവരെന്തെങ്കിലും അഭിപ്രായം. അപ്പൊ അടുത്ത ആളുടെ അടുത്ത് അയാൾ എങ്ങനെ പറഞ്ഞല്ലോ, അത് പുതിയൊരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിട്ട് കൂട്ടിയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിലും കാര്യമില്ലാതില്ല. മുരളീധരൻ പ്രസംഗിച്ചു കഴിഞ്ഞയുടൻ മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ് സാഹിബിന്റെ മുന്നിൽ മൈക്ക് വെച്ച് നോക്കിയതാണ്. ഇപ്പോൾ മുരളീധരൻ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ പോയി കക്ഷി ചേരുന്നില്ല. അത് മുരളീധരൻ്റെ അഭിപ്രായമാണ്. നമ്മളിൽ കക്ഷി ചേരേണ്ട കാര്യമില്ല. അത് കോൺഗ്രസ് ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അവരാണ് ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടത്. പിന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് നയങ്ങളെ സംബന്ധിച്ച് നടപടി ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം UDF കൂടി തീരുമാനിച്ച് യോജിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ അതൊരു പുറത്തൊരു പിന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ കക്ഷി ചേരുക എന്നുള്ളത് ലീഗിന് താല്പര്യമില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നത്തിൽ തന്നെ നമ്മൾ കക്ഷി ചേരാറില്ല. അത്രയും പറഞ്ഞിട്ടും ചോദ്യം ഇതായിരുന്നു. മുരളീധരൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതേ പറഞ്ഞത്, ഈ വിവാദത്തിലെ ലീഗ് കക്ഷി ചേരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ആഭ്യന്തര പ്രശ്നമോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതിൽ പോയിട്ട് നമ്മൾ തല കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ UDF-നകത്ത് ചർച്ച വരുമ്പോൾ ലീഗ് അതിൻ്റെ നിലപാടുകൾ പറയാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മൊത്തത്തിൽ നിലപാട്. മുരളിയുടെ പ്രസ്താവന അത് UDF ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അല്ല, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് അതിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. UDF കോൺഗ്രസ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അവർ തീരുമാനിക്കണം. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം കൊണ്ട് മാത്രമാണ് മുരളി ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ തോന്നുന്നു. അല്ല, അതിങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കേട്ട അതിലൊന്നും ഇതിൽ കമൻറ്റ് നമ്മൾ പറയില്ല. അതാണ് അതിൻ്റെ ഇത്. അപ്പം എങ്ങനെ ചോദിച്ചാലും മുരളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ആസ്പദമാക്കിയൊരു കമൻറ്റ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, മുസ്ലിം ലീഗിൻ്റെ നിലപാട് വ്യക്തമാണ്. ഈ വണ്ടിക്ക് ഇപ്പോൾ തലവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യം അതല്ലല്ലോ. വക്താവ് പറയുന്നത് മുരളീധരൻ പ്രതിപക്ഷ നേതാവടക്കം എല്ലാവരെയും അപമാനിച്ചു എന്നാണ്. അല്ല, ഞാൻ മുരളീധരന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ മുഴുവൻ കേട്ടു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം UDF-നെ ശക്തിപ്പെടുത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുരളീധരന്റെ പ്രസംഗത്തിലും അതിനുശേഷം ET മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണത്തിലും പ്രതിപക്ഷം അത്രയങ്ങോട്ട് പോരാ എന്നൊരു ധ്വനി ഉണ്ടായിരുന്നേ. എക്കാലവും UDF തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമീപനമാണ് ഞാൻ എന്റെ കാലത്തും തുടർന്നിട്ടുള്ളത്. KPCC എത്രയോ പരിപാടികൾ ഇട്ടു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സമരങ്ങൾ നടത്തി, UDF സമരങ്ങൾ നടത്തുന്നു. പിന്നെ ആ സമരങ്ങൾക്ക് കുറെ കൂടി തീവ്രവേദം വേണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിനെ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്ന ആളാണ്. കാരണം അവരുടെ ലക്ഷ്യം എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്? കൂടുതൽ UDF-നെ ശക്തിപ്പെടുത്തണമെന്നുള്ളതാണ്. അല്ലാണ്ട് UDF-ന് ദോഷമുണ്ടാകണമെന്നല്ല മുരളീധരൻ പറഞ്ഞതിന്റെ അർത്ഥം. KPCC-യിൽ നേതൃത്വം കൊടുക്കുന്ന VM സുധീരൻ KPCC പരിപാടികളിട്ട് മുന്നോട്ട് പോകുന്നു, UDF പരിപാടികൾ ഇടുന്നു. ഈ സമര പരിപാടികൾ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. അതിന് കുറെ കൂടി ശക്തമായി മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് വളരെ വളരെ പോസിറ്റീവായൊരു സമീപനമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മുരളീധരന് ഈ ഗുണ്ടു പൊട്ടിക്കാൻ വഴിമരുന്നിട്ട് കൊടുത്തത് AK ആന്റണിയാണ് കേട്ടോ. AK ആന്റണിയെ പോലെ സീനിയറായ ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയ ഒരു ഉപദേശമാണ്. ആ ഉപദേശത്തെ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായതാണ് അദ്ദേഹം. അത് ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പാർട്ടി വേദിയിൽ തന്നെയാണ് പറഞ്ഞത്. AK ആന്റണി എവിടെ പറയണമെന്നുള്ളത് ഞാനല്ല തീരുമാനിക്കും. എവിടെ പറഞ്ഞാലും ശരി, ആന്റണി പറഞ്ഞത് ഇതാണ്. 67 കാലഘട്ടത്തേക്കാൾ ഏറ്റവും പ്രയാസത്തിൽ കൂടിയാണ് കേരളത്തിലെ കോൺഗ്രസ് കടന്നുപോകുന്നത്. 67 തോറ്റെങ്കിലും, ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് തോറ്റെങ്കിലും കോൺഗ്രസിന്റെ പൊസിഷൻ അടിത്തറ ശക്തമായിരുന്നു. ആകെ കേരള കോൺഗ്രസ് ഉണ്ടായതിന്റെ ഫലമായി തിരുവിതാംകൂറിലെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ക്ഷീണമുണ്ടായെങ്കിലും ചോർച്ചയുണ്ടായെങ്കിലും കേരളമൊട്ടാകെ നോക്കിയാൽ കോൺഗ്രസ് ശക്തമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞാൻ എറണാകുളത്ത് പ്രസംഗിച്ചപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ജനകീയ അടിത്തറയിൽ ചോർച്ചയുണ്ടായെന്ന് KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടൊരു കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ സ്വകാര്യമായിട്ട് പറഞ്ഞു, അങ്ങനെ നമ്മൾ ചോർച്ച ഉണ്ടാകാൻ സമ്മതിക്കണം,
സത്യം സത്യമായി അംഗീകരിച്ചുകൊണ്ട് നാം എവിടെ നിൽക്കുന്നു മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പൊങ്ങച്ചം പറഞ്ഞിട്ട് കാര്യമില്ല. 67-നേക്കാൾ നമ്മുടെ സ്ഥിതി ഇന്നും മോശമാണ്. ഇത് മുരളീധരൻ ഒന്ന് ഊന്നി പറഞ്ഞു. അതിനാണ് ഇക്കണ്ട കോലാഹലമൊക്കെ. ഏതായാലും കോൺഗ്രസ് കലങ്ങി കിട്ടിയല്ലോ. ആ കുളത്തിലേക്ക് ലീഗുകാർ കൂടി അങ്ങ് ഇറങ്ങി കിട്ടിയാൽ ആകെ ഹരമായി കിട്ടി. ഈ UDF-ന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് വിമർശനം ഉണ്ടാകുന്നത്. അവരുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിൽ അടക്കം ഇത് മുസ്ലിം ലീഗിന് ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായവും ഇല്ലേ? വല്ലതും ഉണ്ടെങ്കിൽ തന്നെ പത്രക്കാരുടെ മുമ്പിൽ പറയാനില്ല. ഉണ്ടല്ലേ? അങ്ങനെയില്ല. നമ്മൾ അതിലേക്ക് കൊണ്ടുപോകാൻ നോക്കണ്ട. നിങ്ങൾ എൻ്റെ ഇരുന്നതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം കിട്ടില്ല. കാരണം ഞാൻ ഈ രാജ്യത്തെ ഇന്നത്തെ സംസ്ഥാനത്തെ ഈ ജനജീവിതം അത്ര കഷ്ടപ്പെട്ട് നീങ്ങുന്ന സമയത്ത് നിങ്ങൾ മീഡിയ ഉൾപ്പെടെ അതിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വഴക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് പ്രസ്താവനകൾക്ക് അതിൻ്റെ മറുപ്രസ്താവന അതുമായിട്ട് അങ്ങ് കാലം കഴിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുതന്നെയാണ് പൊളിമിക്സിനും പറയാനുള്ളത്. പ്രസ്താവനകൾ കൊണ്ടും മറുപ്രസ്താവനകൾ കൊണ്ടും കോൺഗ്രസുകാർ കാലം കഴിക്കരുത്. പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ കാറിൽ നിന്ന് പിടിച്ചിറക്കി മുണ്ട് പറിച്ചെടുത്തതുപോലുള്ള കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കണം. താമസിയാതെ തന്നെ അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് കർട്ടൻ താഴ്ത്തുകയാണ്. നന്ദി, നമസ്കാരം.